മഹാന്മാരിൽ ലോകം കണ്ട ഔലിയാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരായി ബിശ്റുൽ തങ്ങൾ മാറി. ഇതിന്റെ കാരണം ബഹുമാനിക്കപ്പെടേണ്ട സംഗതിയെ നല്ലോണം ബഹുമാനിച്ചു. എന്താക്കിയാൽ നമുക്കെന്ത് ബഹുമാനം ഉണ്ടാ? നമുക്കെന്താ ബഹുമാനം? നമുക്ക് നിങ്ങൾ വെള്ളിയാഴ്ച പറ്റി നോക്കിയാൽ ചില പള്ളിയിലെല്ലാം കാണുന്നു. വീടല്ല, ചില പള്ളിയിലെല്ലാം ചില ആൾക്കാർ ഉണ്ട്. മഹാന്മാർ മഹത്തുക്കൾ ഓതട്ട് നല്ല കാര്യമുണ്ട്, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അവർ ആൾക്കാർ പോകുന്നതിന്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ എന്താ ബാങ്ക് കൊടുക്കണം. ഈ ബാങ്ക് കൊടുക്കാൻ എന്താക്കുന്ന ഈ അൽക്കാഫിന്റെ ഖുർആന്റെ കടലാസില്ലേ, അതിനാ പകുതി ഓതിയിട്ട് ഇങ്ങോട്ടാകുമ്പോഴാണ് ബാങ്ക് കൊടുക്കുന്നത്. അപ്പൊ ഇനി സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്ക് ഈമാൻദാരിയല്ലേ, അപ്പൊ ഇയാൾക്ക് സുന്നത്ത് നിസ്കരിക്കും. ഇയാൾ എന്താക്കുന്ന പറഞ്ഞാൽ ഓതിയാൻ അങ്ങനെ മടക്കിയിട്ട് അവിടെ താഴെ ഒരു അപ്പുറത്ത് ഇത് കണ്ടു ഊടുണ്ട്, ഞാൻ ചൊല്ലിയിട്ടില്ല. എടയില്ല, നിങ്ങളെ കൊണ്ട് പറയാനാവൂല. നമ്മൾ കണ്ടത് ഞമ്മ മുസ്താഫിനെ ബഹുമാനിക്കുന്ന കോലം. ഞങ്ങളെ മദ്രസയിൽ ചില കുട്ടികളൊക്കെ ഉണ്ടാവും, ചെറിയ കിടവസാരല്ല, ചെറുതല്ല. അത് LKG UKG 3 KG 4 KG അല്ലേ, ഇത് 8 9 KG 10 12 KG എല്ലാം ഉണ്ട്. 5ാം ക്ലാസ് മീത്തൊക്കെയുള്ള പിള്ളമാർ മുസ്താഫിനല്ല ഇങ്ങനെ കുടിച്ചു പോകുന്ന കാണും. പിന്നെ പരലെല്ലാം ചെല്ലാൻ വേണ്ട. മുസാഫിന്റെ ബഹുമാനെല്ലാം ഭയങ്കര ബഹുമാനിച്ചിട്ട് പൂക്ക പിടിച്ചിട്ട് പോയില്ല, തുറന്നിട്ടേ തോന്നില്ല. നിങ്ങൾ ചിരിക്കുന്ന കാണുമ്പോൾ ഡൗട്ട് ഉണ്ട്, പൂക്ക നല്ലോണം പിടിച്ചിനാ. അതിനോടുള്ള ബഹുമാനം ഓതലാണ്, ഉളുവില്ലാതെ തൊടാതിരിക്കലാണ്, അതിനെ വെക്കാണ്ട് ഇവിടെ വെക്കലാണ്. ബഹുമാനിക്കപ്പെടേണ്ടതിനെ ബഹുമാനിച്ചപ്പോ തമ്മാടിയായ മനുഷ്യനെ പോലും നന്നാക്കി. മാ വസല മുൻവസല ഇല്ലാ ബിൽ ഹുർമത്തി, മാ സകത മൻ സകത ഇല്ലാ ബിതർക്കിൽ ഹുർമ. ഞങ്ങളെ ദർസിൽ പഠിപ്പിക്കുന്ന താലിമും മുത്തല്ലിമിലൊക്കെ ആ കിതാബിൽ വരെ ഇത് പഠിപ്പിക്കുന്നത് ബഹുമാനാണ്. പിന്നെ ആലിമീങ്ങളോട്, മുത്തല്ലിമീങ്ങളോട്, പള്ളി മദ്രസകളോട് അവിടെ കുറ്റും കൊച്ചും താക്കാൻ കഴിയാ. നല്ല ബഹുമാനത്തില് അതുപോലെ അച്ചടക്കത്തിൽ പോണോ. അവരോടൊക്കെ പെരുമാറുമ്പോ നല്ല ഈല് പോണോ. എന്തോ മൊയിലാറ എന്തോ അയലറ ഏത് കാലിയറാന്നല്ല കേൾക്കുന്ന മനുഷ്യന്മാറില്ലേ, ഇല്ലേ? എത്ര ആളുണ്ട് ഇപ്പൊ. പിന്നെ ഫാഷൻ അല്ലേ, ഫാഷന്റെ കാലമല്ലേ ഇപ്പൊ. മാപ്പിന്റെ പേരെല്ലാം ചെറുത്ത് പിടിക്കുന്ന കാലം. അബ്ബാസ് വാ ചായ കുടി. അബ്ബാസാരി ബംഗാളിയല്ല, മാപ്പിള അങ്ങനെ വിളിക്കുന്നത്. റൂമ് എന്താ ചിരിക്കുന്നത്? വിളിച്ചിനാന്നല്ലേ. പണ്ട് ഉമ്മാമ പോലും അയാളെ മാപ്പിന്റെ പേര് ചെല്ലിയിട്ടില്ല. അങ്കണവാടി ടീച്ചർ വന്നിട്ട് എന്തോ കണക്കെടുക്കാൻ വന്നിട്ടാകുമ്പോ നിങ്ങളെ മാപ്പിളുടെ പേര് എന്താക്കുമ്പോൾ ആൾ ചെല്ലെന്ന് പറഞ്ഞാ ഉമ്മാമ മാപ്പിളുടെ പേര് കിടാക്കളെ പേര് ചെല്ലി. മക്കള് ഇഷ്ടം എട്ടു ആരെല്ലാം ആണ് പെണ്ണ് എല്ലാം പറഞ്ഞില്ലേ. ഫാത്തിമ, ഖൈറുന്നിസ, സൽസബീൽ, സിദ്റത്തുൽ മുൻതഹ എല്ലാ പേരും ചൊല്ലും. എന്നിട്ട് ലാസ്റ്റ് മാപ്പിളുടെ പേര് ആകുമ്പോ തലതാത്തി. എന്തേ അത്ര നേരം മുണ്ടിയ ഉമ്മക്ക് എന്താ നാവില്ലേ? അത്ര കിടാക്കളെ പേര് ചെല്ലിയ ഉമ്മന്റെ മാപ്പിളുടെ പേര് ചെല്ലാഞ്ഞേ ഇല്ല. ഉമ്മ മുണ്ടുന്നില്ല, മാപ്പിളുടെ പേര് പറയുന്നില്ല. കിടാവിനെ വിളിച്ചിട്ട് പറഞ്ഞെന്തറിയോ, ഉമ്മാമ മോനെ പപ്പാന്റെ പേര് ചെല്ല്. എന്നാലും ആ ഉമ്മ ചെല്ലിച്ച അതായിരുന്നു ബഹുമാനം. ഇന്നത്തെ കാലത്ത് ആ ഒരു കൾച്ചറില്ല, ആ ഒരു സംസ്കാരമില്ല. അവിടെയാണ് ഞാനും നിങ്ങളും തോറ്റുപോയത്. ഇന്ന് ഞങ്ങളെ ചിന്ത, ഞങ്ങളുടെ ധാരണ, ഞങ്ങളെ എല്ലാരും ബഹുമാനിച്ചോളുന്നാണ്. അല്ലേ ചില ഉസ്താദുമാറും അങ്ങനെ എല്ലാരും അല്ല അല്ലേ. അവർ ഇങ്ങ് ബഹുമാനിച്ചോളൂ. പിന്നെ കമ്മിറ്റി സെക്രട്ടറിയാ പഞ്ചായത്ത് മെമ്പറായും ചെല്ലേ വേണ്ട. അത്ര നാക്കാലം മുണ്ടിക്കൊണ്ടുണ്ടായ മനുഷ്യൻ ജയിച്ചിട്ട് മെമ്പറായി കണ്ടെങ്കിൽ പിന്നെ അവർ അണ്ണാക്കിൽ പിണ്ണാക്ക് തട്ടിയ പോലെ എന്ത് മുണ്ടാട്ടോ ഇല്ല, എന്തും ഇല്ല. ഇനി കൂടുതൽ മെമ്പറിന്റെ വിഷയം അല്ല അവരെ അയാൾ ഇവർ കേട്ടില്ല. അയാൾ അങ്ങനെ അല്ലയോ അല്ല, ഞാൻ വിഷയം ചൊല്ലിയത്. അങ്ങനെ തമ്മുടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് മഹാന്മാരുടെ സ്വഭാവമല്ല. റാത്തീവും നടത്തിയിട്ട് അവരുടെ പേരിൽ വാലും വെച്ചിട്ട് ഇറച്ചിന്റെ കറുപ്പിയും പത്രവും ആക്കിയിട്ട് സീർണി തിന്നുമ്പോ അവരുടെ സ്വഭാവം ഞങ്ങൾ പഠിക്കണം. ഒരിക്കൽ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. അതായത് എല്ലാരും പറയുന്നു റിഫായ് ഷേഖ് തങ്ങൾ ഭയങ്കര സോഫ്റ്റഡ് ആള്, ഭയങ്കര വിനയത്തിന്റെ ഒരു മനുഷ്യ, ഭയങ്കര ഒരു താഴ്മയുള്ള ആള്, അപാരമായ പാണ്ഡിത്യമുള്ള മനുഷ്യ, ഇൽമുള്ള ആള്, വലിയ ഇബാദത്തുള്ള മനുഷ്യ, നല്ല സബറുള്ള ആള് എന്നെല്ലാരും ചെന്നു. പിന്നെ ടെസ്റ്റ് ആക്കണം ചെട്ടി ഒരുത്തം വന്നു. നമ്മളെ മൊത്തം അവിടെ ഉണ്ടായിരുന്നു.
അയാൾ അങ്ങനെയാ മനുഷ്യന്മാർ ചെല്ലും പോലെ തന്നെ നേറത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരാൾ പോയി ജനങ്ങൾ പറയും പോലെ തന്നെയാണോ റിഫായ് ശേഖ് തങ്ങൾ ആ സ്വഭാവം ആ കൾച്ചർ ആ ആറ്റിറ്റ്യൂഡ് എല്ലാം ഉണ്ടാ അല്ല ബണ്ണിയും പോകുന്നയാ എന്നെ ഉറങ്ങൂൻ കണ്ടിട്ട് നമ്മളെ എംസി സാഹിബ് അള്ളാഹു താല അദ്ദേഹത്തിന്റെ കഴിവിൽ വർക്കെത്തിയിട്ട് അദ്ദേഹത്തിന് അള്ളാഹു താല ഹൈറായ ഇൽമ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എന്തല്ലോ ബോധിട്ട് അങ്ങെത്തിച്ച് ഞാൻ അവസാനിച്ചില്ല അയാൾ മറ്റൊന്ന് പുണ്യത്തെ കൊണ്ടോ സമസ്ത സമ്മേളനത്തിനോട് അതൊരു കഴിവാണ്. അള്ളാഹു താലയിൽ വർക്കെത്തിയിട്ട് ആ കഴിവിൽ അള്ളാഹു താല അഭിവൃദ്ധി നൽകട്ടെ. അള്ളാഹു താല എല്ലാ നിലക്കുള്ള വർഗത്വം അനുഗ്രഹിച്ചു കൊടുക്കട്ടെ. ഞാൻ ബോധം പോലൊന്നും ഞമ്മ ആയിട്ടാ അവർ അങ്ങനെ പോതിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു താല ഞങ്ങളെ ഹൃദയം നന്നാക്കി തരട്ടെ, ഞങ്ങളെ ആഖിറം അല്ലാഹു നന്നാക്കി തരട്ടെ. ഞങ്ങൾക്ക് അല്ലാഹു ഇഖ്ലാസും ഈമാനും ഹിദായത്തും അല്ലാഹു ഏറ്റി തരട്ടെ. റിഫായ് ശേഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് ആള് വളരെ നീറ്റു മനുഷ്യനാണ്, വളരെ താഴ്മന്റെ ആളാണ്, ഭയങ്കര ഒരു സ്വഭാവിയാണ്. ആരിലും അങ്ങനെ ചൂടാവേല. ഇപ്പൊ ഒറ്റടിക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് മാർക്ക് ആർക്കും ഇടണ്ട, ഉസ്താദിനും ഇടണ്ട, കാലിയാർക്കും ഇടണ്ട. ശരിക്കും അവരെ അറിയണ 4 ദിവസം കൂടണോ, അല്ലെങ്കിൽ 1 ദിവസം യാത്ര പോകണോ, അല്ലെങ്കിൽ പൈസന്റെ ഇടപാടാക്കണം. അപ്പൊ അവരെ തനിനിറം പുറത്തേക്ക് വരും. അല്ലെങ്കിൽ ഈ ബെൽത്തെ കോട്ട കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും പയ്യ പോകുമ്പോ കൈമുത്തണ ഇയാളെ കൈമുത്തണ കൊത്തണ ഒരു പെരക്കാറ്റിന്റെ ആരായിരിക്കും അവ പുറമേക്കുള്ള ഈ ഡ്രാമ അത് വെറും നഗന്യ, അത് ശൂന്യം. അവിടെയല്ല താഴ്മയും ബഹുമാനവും ആദരവും. അത് കൽബിലാണ്. അതുള്ളവരായിരുന്നു മഹാന്മാർ, അവരായിരുന്നു മഹാന്മാർ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങളുടെ എല്ലാ ഉയർച്ചയുടെയും നിദാനം മഹാനർ ബഹുമാനിക്കേണ്ടവരെ നല്ലോണം ബഹുമാനിച്ചു എന്നതാണ്. നടക്കുന്ന സമയത്ത് ഒരു സയ്യിദ് ഉണ്ടെങ്കിൽ പോലും അവരെ ബാക്കിൽ നടത്തിക്കേല. പറയുന്ന സ്റ്റേജിൽ ഒരു ചെറിയ സയ്യിദ് ഉണ്ടെങ്കിൽ പോലും അയാളെ കൊണ്ടല്ലാതെ ദുആരപ്പിക്കല. ഇത് തന്നെയാണ് ശംസുൽ ഉലമ തങ്ങളുടെ ഉയർച്ചയുടെ പല കാരണങ്ങളിൽ ഒന്ന്. ലോകം കണ്ട മഹാനരല്ല, പകരം വെക്കാനില്ലാത്ത മഹാനരല്ല, 20-ാം നൂറ്റാണ്ട് കണ്ട മുജദ്ദിദല്ല, 19,000-ൽ പരം വരുന്ന മഹാന്മാരുടെ ഗുരുവല്ല. അല്ലാഹു തആല മഹാനരുടെ പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ മദതും ബർക്കത്തും അല്ലാഹു 2 ലോകത്തും നമുക്ക് നൽകട്ടെ. ആ മഹാന്മാരുടെ സ്വഭാവം വയല് മാത്രം പറഞ്ഞാ പോരല്ലോ, അത് ഞങ്ങളുടെ ജീവിതത്തിലും വേണ്ട. അല്ലാഹു തആല അതിനും തൗഫീഖ് നൽകട്ടെ. റിഫായ് ശൈഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ സംബന്ധിച്ച് ഭയങ്കര നല്ല ആള് എന്ന് ആരോ എല്ലാരും പറയും. ഇതൊക്കെ അല്ലേന്ന് അറിയാൻ വേണ്ടി ഒരൽട്ടം പോയി അയാള് ചൂടാന്നില്ല. അയാൾ ഭയങ്കര സബുറിന്റെ മനുഷ്യ, ഭയങ്കര ഒരു വിനയമുള്ള ആള്. അങ്ങനെ ഇയാൾ പോയിട്ട് എങ്ങനെ ടെസ്റ്റാക്കിയേ എങ്ങനെ അറിഞ്ഞ എതിറിൽ കാലി കസാല ഉണ്ടെങ്കിൽ സംഘാടകർ അതിനെ എടുത്തിട്ട് ബാക്കിൽ കൊടുക്കുകയും ഉസ്താദുമാരെല്ലാം സ്റ്റേജിൽ കാലില്ല, ഉസ്താദുമാരെല്ലാം ഒന്നല്ല ശ്രദ്ധിച്ചോളി. നിങ്ങൾ എതിറിൽ കാലികസാല നിങ്ങൾ നോക്കണമെന്നില്ല, ഞാനെല്ലാം നോക്കിക്കൊണ്ടുണ്ടോ. നിങ്ങൾ എതിർത്തിൽ കാലികസാല കാണുന്നെങ്കിൽ നിങ്ങൾ അതിലേക്ക് കയറിച്ചിരുന്നോളി ആവല്ലേ. നിങ്ങായിട്ട് ഇരിക്കുന്നുമില്ല, വരുന്നവന് കൊടുക്കുന്നുമില്ല എന്ന് നിങ്ങൾ അർത്ഥമില്ല. നിങ്ങൾ എതിർത്തിൽ കാലികസാല കാണുന്ന അതാ എത്ര കസാല നോക്കിയാലോ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അല്ലാഹു തആല ഈനക്കാലേറെ മുന്നിൽ ഞങ്ങളെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഹിസാബില്ലാതെ അല്ലാഹു തആല കടത്തി തരട്ടെ. എനിക്ക് നിങ്ങൾ എതിർലി കസാല കാലി ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിൽ ഇരിക്കാനേ കഴിയാ. അത് ബാക്കിയുള്ള യൂസ് ആക്കാതിരിക്കട്ടെ, അവൻ കൊണ്ടുപോകാതിരിക്കട്ടെ. നിങ്ങൾ നല്ല ചന്തത്തിൽ ഇരുന്നോളൂ. ബാക്കിയുള്ളവർ എന്താക്കും ഞമ്മ നോക്കണമെന്നില്ല, അവരൊക്കെ പുറത്ത് ഞമ്മ പോകുന്നില്ല. വേണ്ടുള്ളവർ വന്നിട്ട് ഇരുന്നോളൂ. അല്ലാത്തതുകൊണ്ട് അയാളോ കടിച്ചിട്ട് പോവില്ല, കോട്ടയില്ല. നമുക്ക് എല്ലാരും പറഞ്ഞോ എല്ലാരും നന്നാണോ അങ്ങനത്തെ ഒരു ബൂതി അത് ശരിയല്ലല്ലോ. നമുക്ക് പറഞ്ഞു കൊടുക്കാവോ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരട്ടെ. മുബാറകായ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ ദുനിയാവും ആഖിറവും സലാമത്താക്കട്ടെ.
തങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്ന മനുഷ്യന് എന്തറിയോ തങ്ങളോട് ചോദിച്ചത്, യാ സയ്യിദ് അൻതാ ഫുളു അമിൽ കൽബോ, നിങ്ങളാണോ വലിയ മഹത്വമുള്ള ആള്, അതല്ല നായിയാണോ? നായിക്കാണോ വലിയ പിന്നെ പവറുള്ള, അല്ല നിങ്ങൾക്കാണോ? ബഹുമാനവും സ്ഥാനവും എല്ലാ നിലക്കുള്ള ആ ഒരു റെസ്പെക്ട്, ആ ഒരു ബല, ആ ഒരു ഗ്രേഡ്, അത് നിങ്ങൾക്കാണോ അതല്ല നായിക്കാണോ എന്ന് ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ് തങ്ങളവറുകള് മുഖപ്പകർച്ചയില്ലാതെ ലവലേശം പോലും ഹാവഭാവ വ്യത്യാസമില്ലാതെ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തറിയോ, ഇന്ന ജൗതു അലസിറാത്തി വാനാ ഫുളു, പരന്നു കിടക്കുന്ന പരലോകം, പരകോടി ജനങ്ങൾ പറക്കം പായുന്ന പരലോകം, നല്ലവരിൽ നല്ലവരായ പ്രവാചകന്മാർ പോലും വിഷമത്തോടെ ബേജാറോടെ കഴിഞ്ഞു പോകുന്ന പരലോകം. ആ പരലോകത്തിന്റെ ഒരു ഗേറ്റ്, ഒരു കടമ്പ, അതാണ് സിറാത്ത് പാലോ. ഭീകരമാണത്, ഭയാനകമാണത്. നരകത്തിന്റെ മുകളിൽ നാട്ടപ്പെട്ട, നരകത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആ സിറാത്ത് പാലം, അതിലൂടെ എല്ലാവരും കടക്കണമല്ലോ. വിശ്വാസികളായ നല്ലവരും അല്ലാത്തവരും, വിശ്വാസികളായ നല്ലവരും വിശ്വാസികളായ നല്ലല്ലാത്തവരും എല്ലാവരും അതിലേ കടക്കും. വിശ്വാസികളല്ലാത്തവർ, അവിശ്വാസികൾ, അവർക്ക് സിറാത്ത് പാലത്തിൽ കടക്കാനൊന്നുമില്ല. നേരെ അങ്ങനെ ലെഫ്റ്റ് സൈഡ്. വിശ്വാസികളിൽപ്പെട്ട നല്ലോറും ഉണ്ട്, വിശ്വാസികളിൽപ്പെട്ട ബെടക്ക് മനുഷ്യന്മാരും ഉണ്ട്. ഇല്ലേ നമ്മളെ കൂട്ടത്തിലേ ഇല്ല ഭംഗി വലിക്കുന്നോ? അവർക്ക് ഭംഗിയെ തിരിഞ്ഞില്ല. നല്ല കാത്ത്, നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹലോ സാർ, ഇന്നത്തെ കാലത്ത് അതിന്റെ ഡീലർമാരല്ലോ ഓരോരുത്തർ. അവർ പാലക്കാട് ജില്ലെന്ന് ഒരു ചങ്ങായിനെ പള്ളിന്റെ ഉള്ളിൽ കുടിച്ച് വാട്സപ്പിൽ ഫേസ്ബുക്കിലും വന്നില്ലല്ലോ, സോഷ്യൽ മീഡിയയിലല്ലോ, നിങ്ങൾ കണ്ടില്ലേ? ഇല്ല, നിങ്ങൾ നല്ലോറാണ്. വാട്സപ്പ് ഫേസ്ബുക്ക് ഇല്ലാത്തത് വല്ല ഹൈറായി. പാലക്കാട് ജില്ലയിലെ ഒരു പള്ളിയിൽ നിസ്കാരത്തിന് മാരിവിന്റെ സമയം ഒരു എല്ലാവരും കുറെ ആളുണ്ട്, എതിർത്ത സഫിൽ ഒരിടത്ത് കൈ കെട്ടിയ. പക്ഷെ എല്ലാവരും നല്ല മട്ടത്തിൽ നിന്ന് ഈ ചങ്ങായി ബാക്കിലത്തെ സഫിലൊക്കെ മാറുന്നു, എതിർത്ത സഫിലൊക്കെ മാറുന്നു. ഭയങ്കരം ചെന്ന മുന്നേ ഈ ചങ്ങായി ആമീൻ ചെറ്റാന്ന് ബയ്യ നോക്കുമ്പോ തിരിഞ്ഞ് ചങ്ങായി കുടിച്ചിട്ട് വന്നിട്ട് 100 150 ഇട്ടിട്ടേ വന്നില്ല പള്ളിൻ്റെ ഉള്ളിൽ. ചില മനുഷ്യന്മാർക്ക് കുടിച്ചിട്ടാ ഭീമം കൊടുക്കും. അങ്ങനെ സ്വാലിഹായ കള്ളം മറിക്കുന്ന കേട്ടില്ല, അങ്ങനത്തെ കുറെ ഉണ്ട്. ഏതോ ഒരു ചങ്ങായി കുറെ പൊന്നിന്റെ മൊയിലെല്ലാം കട്ടോണ്ട് വന്നാലോ, പൊന്നിന്റെ കുറെ മൊയിലെല്ലാം കട്ടോണ്ട് വന്ന ആ ചങ്ങായി കട്ടോണ്ട് പായുമ്പോ പോലീസ് കുടിച്ചിട്ട് നോക്കുമ്പോ ചീലൂരി കുറെ പൊന്നിന്റെ മൊയിലോ തിളങ്ങുന്നു മിന്നുന്നു. പോലീസ് കേട്ടാലേ നീ എന്ത് മനുഷ്യനാണ്, 10-50 മൊയിരം കെട്ടിട്ട് നീ ഒന്നുപോലും ബെറലിലേക്ക് വെച്ചിട്ടല്ലേ? അപ്പൊ ഓൻ ചെല്ലാൻ പറഞ്ഞ അത് പൊന്നല്ലേ, ഞങ്ങൾക്ക് ഹറാമ്. അപ്പൊ ഇത്ര കട്ടത് അതാണ് സ്വാലിയായ സാറേ, ഞങ്ങൾക്ക് പൊന്നെ ഹറാമോ അങ്ങനെ വെച്ചിട്ടില്ല. വെള്ളിന്റെ അനുപിനെ ആട്ടി ഒപ്പിക്കാഞ്ഞു. ഈ പാലക്കാട്ടിലെ ഈ ചങ്ങായി പള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ വന്നപ്പോഴാണ് കുടിച്ചത്. അവസാനം ചങ്ങായിനെ പിടിച്ചോ, ഉസ്താദിന്റെ റൂമിൽ കൊണ്ടുപോയി ബന്ദ് ചെയ്തോ. എന്നിട്ട് അവിടെ നിന്ന് ചോദ്യം ചെയ്തോ, പൊന്നുമോന് നീ ഏതായാലും കുറച്ച് കുടിക്കുന്നുണ്ട്, കുടിയനാണ്, ഇവിടെ ഫേമസ് ആണ്, നാട് മഷഹൂറാണ്. എന്നാലും അള്ളാന്റെ പള്ളിക്ക് വരുമ്പോ മുഅ്മിനീങ്ങളുടെ ഇടയിൽ വന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ നിനക്കത് കൺട്രോൾ ആക്കാമായിരുന്നില്ലേ, ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ച സമയം ആ ചങ്ങായി പറഞ്ഞ ഉത്തരം തെറിഞ്ഞ മുക്രു ഉസ്താദിനോടും ഖത്തീബ് ഉസ്താദിനോടും പള്ളിന്റെ സെക്രട്ടറി പ്രസിഡന്റിനോടും ആ കുടിയനായ മനുഷ്യൻ പറഞ്ഞ ആൻസരം തെറിഞ്ഞ, ഞാൻ അങ്ങനെ കുടിച്ചിട്ട് വരുന്ന ആളല്ല, പക്ഷെ ഇന്ന് ഞാൻ കുടിച്ചിട്ട് വന്നെന്തറിഞ്ഞ എനക്ക് കുറച്ച് നല്ല മട്ടം പോലെ അള്ളാന്റെ മുന്നിൽ നിൽക്കണോ, അതിന് വേണ്ടിട്ട് ഒരു ഗ്രിപ്പ് കിട്ടും വേണ്ടി ഞാൻ 150 ഇട്ടിട്ട് വന്നേ. പള്ളിക്ക് വരുമ്പോ ഒന്നാലോചിച്ച് നോക്കി, ഇതാണ് ഇപ്പൊ കാലം. അല്ലാഹു തആല ഞങ്ങളുടെ നാടിനെ കാക്കട്ടെ. മഹാനായ ഫൈശേഖ് റളിയല്ലാഹു അൻഹു തങ്ങള് അവിടുന്ന് പിന്നെ മഹാനരോട് ചോദിച്ചു, പിന്നെ നിങ്ങൾക്കാണോ ബഹുമാനം, സ്ഥാനം, ഗ്രേഡ്, പദവി, മഹത്വം, അല്ല നായിക്കാൻ? ഞമ്മളാ ചോദ്യം കേട്ടെങ്കിലാ
നിജാം നിങ്ങക്ക് ബല അല്ല നായിക്കാണ് കെട്ടെങ്കിൽ ഞാൻ എന്താ കെട്ടിയ അയാളെ? ഞാൻ അയാൾ എന്താ കെട്ടി? അയാളെ ദുനിയാവിലും കൊല്ലട്ടി, ആഖിറത്തിലും കൊല്ലട്ടി, വാട്സപ്പിലും കൊല്ലട്ടി, ഫേസ്ബുക്കിലും കൊല്ലട്ടി. കേട്ടത് കെട്ടിയ അല്ലാതെ നിങ്ങക്ക് വലിയൊരു ബഹുമാനോ അല്ല നായിക്കാന്ന് കേട്ടെങ്കിൽ നിങ്ങൾ മുണ്ടാതി കെട്ടിയ ഇല്ലെന്നാണ്. നാളെ നിങ്ങൾ ഇറച്ചി മേങ്ങാൻ വരണ്ട. കാരണം ഇത് ഇറച്ചി മേങ്ങാനുള്ള പരിപാടിയല്ല, റിഫായി ശേഖരങ്ങളെ കോപ്പിയാക്കാനുള്ള പരിപാടിയാണ്. അവരെ ഇത്തിബാ ചെയ്യണം. അവരുടെ സ്വഭാവം, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ കർമ്മങ്ങള്, അവരുടെ ഇബാദത്ത്, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താനാണ് ഈ പരിപാടികളൊക്കെ. ഇത് ഡ്രാമയല്ല, ഇത് കേവലം ഒരു പരിപാടിയല്ല, ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടല്ല, ഇതൊരു കോലം കെട്ടലല്ല. റിഫായി ശേഖ് തങ്ങളോട് ചോദിച്ചോ, നിങ്ങൾക്കാണോ ബഹുമാനോ അതല്ല നായിക്കാണോ? റിഫായി ശേഖ് തങ്ങൾ പറഞ്ഞ മറുപടി വളരെ കൃത്യമാണ്. ഇന്ന ജൗതു അല സിറാത്തി ഫഅന അഫ്ളലു. അതേ പരലോകത്ത് ഭയങ്കരമായ സിറാത്ത് പാലം, കത്തിയാളുന്ന നരകത്തിന്റെ മുകളിൽ നാട്ടപ്പെട്ട സിറാത്ത് പാലം, ആ സിറാത്ത് പാലം അങ്ങാനും ഞാൻ ബിന്ദാസിൽ വിട്ട് കിടന്നു പോയാൽ ഫഅന ഖൈറും മിൻഹു, നായിനെക്കാളും ബെറ്റർ ഞാനാണ്, നായിനെക്കാളും നല്ലവൻ ഞാനാണ്, നായിനെക്കാളും വിലയുള്ളവൻ ഞാനാണ്, എനിക്കാണ്. അതേസമയം അമലില്ലാത്തതിന്റെ പേരില്, സൽക്കർമ്മങ്ങളില്ലാത്തതിന്റെ പേരില്, നാവ് നന്നല്ലാത്തതിന്റെ പേരില്, ഈമാൻ ക്ലിയർ അല്ലാത്തതിന്റെ പേരില്, ഇസ്ലാം പുൽകാത്തതിന്റെ പേരില് ഞാനെങ്ങാനും സിറാത്ത് പാലം വിട്ട് കിടക്കാതെ നരകത്തിലേക്കെങ്ങാനും വീണുപോയാൽ, കത്തിയാളുന്ന നരകത്തിന്റെ ആഘാത ഗർത്തത്തിലേക്ക് ആവതിച്ചു പോയാൽ, അവിടെ എന്നെക്കാളും പിന്നെ നല്ലവൻ നായിയാണ്. അവന് പേടിക്കണ്ടാലോ, അവന് കത്തിയാളുന്ന നരകമില്ലല്ലോ. അപ്പൊ ആർക്കാണ് ബഹുമാനം എന്ന് കേട്ടെങ്കില് സിറാത്ത് പാലത്തിന്റെ ഇത് നോക്കിയിട്ട് പറയാ. അല്ലാണ്ട് കൂടെ ഞാൻ ഗ്ലാസ് വെച്ച് നീ മൊബൈലുണ്ടോ, വലക്കുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, കോട്ടിട്ട് എന്നിട്ട് എനക്ക് ബഹുമാനം നല്ല പറഞ്ഞ മഹാൻ ഞമാങ്ങണയല്ലേ. ഇപ്പൊ ഈ ഇരിക്കുന്നവരല്ല, ഞാനും ഒരൊറ്റ മറ്റേ പുറത്തേക്ക് കേട്ടു. ഉസ്താദ് നിങ്ങൾക്ക് ബഹുമാനം ഓർക്ക, ഞാൻ എടുത്ത വായിക്കു ചെല്ലു എനക്ക് എന്റെ ഞാൻ വന്നാണ്, ഞാൻ കുന്തല്ലേ, ഞാൻ ആനല്ലേ, ചേനല്ലേ. അങ്ങനെ പറഞ്ഞു. മദീനക്കാർ ആരെങ്കിലും ഇതിന് പോയോണ്ടുണ്ടാ? എന്റെ നബി തങ്ങളെ കണ്ടിട്ട് ആരെങ്കിലും ഇതിന് പോകുന്നവരുണ്ടോ? എന്റെ നബിന്റെ നാട്ടിൽ നിന്ന് മദീനയിൽ നിന്ന് ആരെങ്കിലും ഇതുവഴി പാസ്സാകുന്നവരുണ്ടോ? എന്റെ നബിയെ കണ്ടവരുണ്ടോ എന്ന് ഓരോരുത്തരോടും എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് അങ്ങനെ ചോദിക്കും. ഒരു വേള ഞാൻ മദീനയിൽ നിന്നിട്ട് വരികയാണെന്ന്, പുണ്യനബിയെ കണ്ടിട്ട് വരികയാണെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞു പോയാൽ തങ്ങളെ കണ്ട മനുഷ്യന്റെ രണ്ട് കണ്ണുകളും കവിളുകളും തുരുതുരാ ചുംബിക്കുമായിരുന്നു. എന്റെ നബിനെ കണ്ട കണ്ണല്ലേ, എന്റെ നബിയെ കണ്ട ആളല്ലേ. എനിക്കതിന്റെ ഭാഗ്യമില്ല, യോഗമില്ല, കഴിഞ്ഞില്ല. എന്നാലും നിങ്ങൾ എന്റെ നബിനെ കണ്ടിട്ട് വരികയാണല്ലോ എന്ന് പറഞ്ഞിട്ട് മദീനയിൽ നിന്നും വന്നിരുന്ന മനുഷ്യരെ ചുംബിക്കുമായിരുന്നു ഉവൈസുൽ ഖർനി. വലിയ മഹാനാണ്, സഹാബിയല്ല, താബിയാണ്. താബിയ മാത്രമല്ല, സയ്യിദു താബിയാണ്, സയ്യിദു താബിയാണ്, സയ്യിദു താബിയാണ്, സയ്യിദു താരിഖാണ്, സയ്യിദു താരിഖീൻ, സയ്യിദു താബിഈൻ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. വർക്കച്ചല്ലേ അല്ലാഹു തആല മഹാനരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും അല്ലാഹു സലാമത്താക്കട്ടെ. ഞങ്ങളെ ഇൽമും അമലും അല്ലാഹു സ്വാലിഹായ കർമ്മമാക്കി മാറ്റട്ടെ. ഞങ്ങളെ മക്കളെയും കുടുംബത്തെയും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും സലാമത്താക്കട്ടെ. മഹാനരോടൊപ്പം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഞങ്ങളെ ഒരുമിച്ച് കൂട്ടട്ടെ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അവസാനം ഉമ്മ മരണപ്പെട്ടു പോയി. ഉമ്മാന്റെ കാലം കഴിഞ്ഞു, കെട്ടിയോളില്ല, കുട്ടികളില്ല, ദുനിയാവ് ഒന്നും വേണ്ടേ വേണ്ട. മഹാനൊരു വീട് വിട്ടിറങ്ങി. അങ്ങനെ എങ്കോട്ടത്തില്ലാതെ അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ വിശപ്പ് തോന്നിയപ്പോ ഒരു തട്ടുകടന്റെ ബാക്കിലേക്ക് പോയി. കൊടുത്തിട്ട് മേങ്ങാൻ പൈസ ഇല്ല. പുട്ടും കടലയും അല്ലെങ്കിൽ ദോശയും ചപ്പാത്തിയും അല്ലെങ്കിൽ ചോറും ചാറും പൈസ കൊടുത്തിട്ട് മേങ്ങാൻ പൈസ ഇല്ല. മഹാനർ എന്ത് ചെയ്തറിയോ? നല്ലോണം വിഷം നിട്ടാകുമ്പോ പിന്നെന്താ ചെയ്ത്
നേരെ ആ തട്ടുകട്ടന്റെ പീഡിയന്റെ ബാക്കിലേക്ക് പോയി. കാരണം അവിടെയാണ് ഈ പീഡിയയിൽ വന്നോറ് ഹോട്ടലിൽ വന്നോറ് തിന്നിട്ട് കയറുന്ന വേസ്റ്റുകളും പിന്നെ ഇലകളും പ്ലേറ്റുകളെല്ലാം അവിടെയാണ് ചാടിയിട്ടുള്ളത്. അപ്പൊ മഹാനർ നേരെ ബാക്കിലേക്ക് പോയിട്ട് എന്താക്കി എറിഞ്ഞ ആരെങ്കിലും ബയിച്ചിട്ട് ബാക്കിയായിട്ട് എറിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. ആരെങ്കിലും ഇലല ബട്ടല എന്തെങ്കിലും അതിന് തിന്നറാന്ന് അറിഞ്ഞിട്ടാണ് മഹാൻ പോയത്. അങ്ങനെ പിന്നാമ്പുറത്തേക്ക് പോയി അവിടെ ചെന്നു. എന്നിട്ട് അവിടെ കണ്ട ഒരു ഇല, ഒരുപാട് ഇല ആരോ വെച്ചിട്ടെറിഞ്ഞത്, അതിലൊന്നും ഇല്ല. അതിൽ പറ്റിപ്പിടിച്ച 1-2 ഭക്ഷണം കുറച്ചുണ്ടായില്ലേ, അത് വേസ്റ്റ് ആണത്. അയാൾ ചവച്ചു തുപ്പിയതോ മറ്റോ ആണ്. മഹാനായ ആ ഇല തന്റെ അടുത്തേക്ക് അടുപ്പിച്ചു. എന്നിട്ട് അതിനെ തുറന്നു. അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണത്തെ ഓരോന്നോരോധികരെ പറക്കിയിട്ട് തിന്നുന്നതിന്റെ ഇടയില് ഒരു നായ പാഞ്ഞു വന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ഒരു നായ പാഞ്ഞു വന്ന് മഹാനർ തിന്നുകൊണ്ടിരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്, അതിന്റെ മറു സൈഡ് നായയും ആ ഇലയിലേക്ക് വായിട്ടു. അപ്പുറത്തെ സൈഡിൽ നിന്ന് നായ തിന്നുന്ന, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഊശിരിക്കുന്ന തങ്ങളും. ഇതിന്റെ ഇടയിൽ നായ കുരച്ചു. നായ കുറച്ചതിനല്ലെങ്കിൽ എല്ലാം ഈ നായ്ക്ക് തന്നെ ആവല്ലേ തിന്നാലോ അറിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കുറച്ചിന്. ഇത് ഊശുൽക്കറിന് ഇങ്ങനെ പിറക്കിട്ട് തിന്നുന്ന കാണുമ്പോ നായ കുറച്ചു. അപ്പോ ഊശുൽക്കറിനെ പറഞ്ഞൊരു വാക്കുണ്ട്, നായയുടെ നായി, അതെ നീ കുറക്കണ്ട, ഞാനും നിന്നെ പോലത്തെ അള്ളാന്റെ ഒരു സൃഷ്ടിയാണ്. ഞാനും നീയും ഈ ദുനിയാവിൽ ഒരുപോലെയാണ്, സമതുല്യരാണ്, ഒരുപോലെയാണ്, ഞങ്ങൾക്കെല്ലാം ഈക്വലാണ്. ഇവിടെ ഞാൻ മേലെ നീ മേലെ എന്ന് പറയാനില്ല. അതുകൊണ്ട് കുറക്കണ്ട, നിന്റെ സൈഡിലുള്ളത് നീ തിന്ന്, എന്റെ സൈഡിലുള്ളത് ഞാൻ തിന്നോളാ. എന്റേത് നിനക്കും വേണോ എന്ന് പറഞ്ഞാൽ നടക്കാല, നിന്റേത് എനക്ക് വേണോ എന്ന് ഞാനും ആഗ്രഹിച്ചിട്ടില്ല. ഇവിടെ ഞാനും നീയും രണ്ടാളും ഒരുപോലെ. ഇൻജുസ്തു സിറാത്ത വാന ഖൈറും മിൻക വഇല്ലാ ഫഅൻത ഖൈറും മിന്നി. ഇവിടെ ഞാനും നീ ഒരുപോലെയാണ്. നാളെ പരലോകത്ത്, ആ ഭയാനകമായ ലോകത്ത്, എല്ലാവരും പേടിച്ച് പറച്ച് കഴിയുന്ന ലോകത്ത് സിറാത്ത് പാലം അങ്ങാനും ഞാൻ ഈസി ആയിട്ട് വിട്ടുകിടന്നെങ്കിൽ ആ കടക്കാനുള്ള അമലുകൾ സ്വരൂപിച്ച് നാളെ അവിടെ ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ അന ഖൈറും മിൻക, നിന്നെക്കാളും നല്ലവൻ ഞാൻ തന്നെയാണ്. അങ്ങനല്ല, എന്റെ കയ്യിൽ അമലില്ല, സൽക്കർമ്മങ്ങളില്ല, പരലോകത്ത് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, സിറാത്ത് പാലം വിട്ടുകിടക്കാൻ കഴിഞ്ഞില്ല എന്ന് കണ്ടാൽ ഞാനൊന്നുമല്ല. നീയാണ് വലിയവൻ, നീയാണ് നല്ലവൻ, നീയാണ് ബെറ്ററായവനെന്ന് റളിയല്ലാഹു പറഞ്ഞെങ്കിൽ ഞങ്ങളും ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. ഞാനും നിങ്ങളും ഒന്നുമേ അല്ല. വഅൻതുമുൽ അലൗന വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. കരകളഞ്ഞ ഈമാനുള്ളവരാണോ? കൽബറിഞ്ഞ ഈമാനുള്ളവരാണോ? ശരിയായ സൂക്ഷ്മശാലികളാണോ? അല്ലാഹുവിനെ നല്ലോണം ഭയപ്പെടുന്നവരാണോ? ദീന നല്ലോണം ഫോളോ ചെയ്യുന്നവരാണോ? കടമകളും കടപ്പാടുകളും ബന്ധങ്ങളും ബാധ്യതകളും പാലിച്ച് ജീവിക്കുന്നവരാണോ? എന്നാൽ ഞാനും നിങ്ങളും നല്ലവരാണ്. അല്ലെങ്കിൽ ഞങ്ങളെക്കാളേറെ അല്ലാഹുവിന്റെ അടുക്കൽ നല്ലവൻ നായയാണ്.